എല്ലാവരും ഇരിക്കേ. ഞാൻ നിങ്ങൾ എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാം. ഫിസിക്സ് വളരെ ടഫാണ്. കോമേഴ്സിലും ഹ്യൂമാനിറ്റീസിലൊക്കെ ചെറിയ മാർക്കിൻ്റെ വ്യത്യാസത്തിൽ സയൻസിന് അഡ്മിഷൻ കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് ഇവിടെ പറ്റുന്നില്ലെങ്കിൽ അങ്ങോട്ട് മാറിക്കോ. നിങ്ങളുടെ സീറ്റിൽ അവരാരെങ്കിലും വന്നോളൂ. ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചല്ലേ ആയിട്ടുള്ളൂ. മാറണമെങ്കിൽ ഇപ്പം മാറണം, കേട്ടല്ലോ? നീ മാറണണ്ടാ? ഏയ് വീട്ടില് സീനാണ്, അമ്മച്ചി പിച്ചി കൊല്ലും. വീട്ടിലൊക്കെ എന്തെങ്കിലും ഡ്രാമ കളിച്ച് സമ്മതിപ്പിക്കടാ. രണ്ടുമല്ല ഒരു തേങ്ങ രണ്ടു കൂടി ഇരിക്കണ്ടേ? നീ ഒന്ന് ആലോചിക്കി. നിനക്കെന്താണ് എന്നെ പറഞ്ഞുവിടാൻ ഇത്രക്ക് താല്പര്യം? നീ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് ഭയങ്കര വിഷമമാണല്ലോ. ഒന്ന് പോയി തരൂ. വേണമെങ്കിൽ ഇൻട്രോലിന് ഹ്യൂമാനിറ്റീസ് പോയി ചോദിക്കി. ചോദിക്കാല്ലേ? എന്താ ഇവിടെ ഡെന്നീസേ, രണ്ടുപേരും എണീറ്റേ. എന്താ? അതല്ല മിസ്സേ, ഞങ്ങൾ ക്ലാസ് മാറുന്നതിനെ പറ്റി പറയണായിരുന്നു. ഈ റൂട്ടിന് മൂത്രയ്ക്കൊന്നും പോണ്ടേ? ഒരു സൈസ് മാക്കോതട്ടോ. ഇരിക്കണില്ലേ ശവം? ഇത് എവിടെ നിന്നുണ്ടായതാടാ? ദൈവമേ, അങ്ങ് ഹ്യൂമാനിറ്റീസിലാ. നിങ്ങൾ കളിയാക്കൊന്നും വേണ്ട, ഞാൻ ചിലപ്പോ ഇങ്ങോട്ട് തന്നെ വരും. ടീച്ചർ പറഞ്ഞ് ക്ലാസ് മാറണ്ടെങ്കിൽ മാറിക്കോളാൻ. ഇവിടെ ആരെങ്കിലും ഉണ്ട് അങ്ങനെ മാറാനായിട്ട്? ഇവിടെ കുറെ പേരുണ്ട് മാറാനായിട്ട്. നിനക്ക് ഇങ്ങോട്ട് വന്നെങ്കിലുണ്ടല്ലോ ബെസ്റ്റ് ആ മുതലിനെ കണ്ട ദേ അവിടെ ആ ബുക്കും പിടിച്ചിരിക്കണ സാധനം അത് മതിയാ? എനിക്കാരായാലും മതി. എന്നാ നീ പോയി മുട്ടിക്കോ. നീയേ അവന്റെ അടുത്ത് ചോദിക്ക്, അവനൊക്കെ അപ്പുറത്തോട്ട് തട്ടാ. കാർമലിന്ന് വന്നാണ്, ഒടുക്കത്തെ ഷോ ആണ്. ഞങ്ങൾക്കാർക്ക് ഇഷ്ടമല്ല അവനാ. ആടോ നീ ചോദിച്ചു നോക്ക്. ഹലോ ഹലോ ഹലോ. ക്ലാസ് മാറാൻ താല്പര്യമുണ്ടോ സയൻസിലോട്ട്? അതെന്താ, സയൻസിൽ വല്ല പകർച്ചവ്യാധി ഉണ്ടോ? അല്ല, എനിക്ക് സയൻസ് ഇഷ്ടമല്ലേ, അപ്പം മിസ് പറഞ്ഞ് വേണമെങ്കിൽ മാറിക്കോളാൻ പറഞ്ഞു. സയൻസ് മീൻസ് ബയോ സയൻസ് ഓ കമ്പ്യൂട്ടർ സയൻസ്? ബയോളജി. ഓക്കെ, വാ പോവാം. ഏയ് നിനക്ക് അതിന് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്, അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ട് വിളിക്കുക. വെയിറ്റ്. വിജയിച്ചു വരൂ. എന്തായി? അവൻ സമ്മതിച്ചോ? എന്ത് പണ്ടാറോണ് അവൻ, ഒരുമാതിരി ജാടയും ചെന്ന വഴിക്ക് ഒരു പഞ്ച് ഡയലോഗും. എനിക്കാണെങ്കിൽ ആകെ പൊളിഞ്ഞിട്ട് പിന്നെ എൻ്റെ ആവശ്യമായി പോയി. എടാ ഇവനെ വേറെ ആരും കൊണ്ടുപോകാണ്ട് നോക്കിക്കോളണോട്ടാ. അവൻ്റെ അടുത്താണല്ലോ ഇരിക്കണത്. ഇറങ്ങിപ്പോളൂ. ഗാന്ധിജി ദണ്ഡി യാത്രയിൽ ഉണ്ടാക്കിയില്ലേ അതേ ഉപ്പ് അറിയില്ലേ നിങ്ങക്ക്? അവനോട് കട്ടർ ഉണ്ടോ ചോദിച്ചേ. കട്ടറിന്റെ ഉണ്ട്. നിന്റെ കട്ടർ ഉണ്ടോ അവനോട് ചോദിക്കി. 1 മിനിറ്റ്. ഇവോട് കത്തപടി പങ്കണ്ടാ വിളിച്ചായിരുന്നു? കട്ടറുണ്ടാ? കട്ട മീൻസ് ഈ പെൻസിലിന്റെ മുന്നൊക്കെ ചേത്തണ. ഓ ഷാർപ്പ്നർ. ആ പറഞ്ഞ സാധനം എൻ്റെ കയ്യിലില്ല, സോറി. എടാ അവൻ്റെ ഇല്ലാന്ന്. പശുവിന്റെ അപ്പുറത്തേക്ക് നീ ബാറ്റിംഗ് കയറിയോ? ഞാനൊരു കാര്യം പറയാൻ വന്നാ. എന്താടാ? ഞാനിനി കളിക്കാൻ സാധ്യതയില്ല. ഞാൻ സയൻസിലോട്ട് മാറി. കുറെ പഠിക്കാനുണ്ട്. ആർക്ക്? എനിക്ക്. പിന്നെ റെക്കോർഡും. അപ്പൊ നീ പുട്ടപ്പുറത്തിന്റെ ടൂർണമെന്റ് ഉണ്ടാവില്ലേ? ചാൻസ് ഇല്ല. എടാ നീ ഒരു പരിപാടിയാണ് കയറിട്ടാ. അവിടെ 500 കൊടുത്തിട്ടുണ്ടായിരുന്നു, നിനക്ക് അറിയാവുന്നല്ലേ? ഞാൻ സ്കൂളിന് വേണ്ടി മാത്രമേ ഇനി കളിക്കണുള്ളൂ. ലോക്കൽ കളിയൊക്കെ നിനക്ക് എന്താണ്? സ്റ്റംപൂരണ എന്ത് ഈ 3 സ്റ്റംപ് എന്റെ അല്ലേ? ഇപ്പൊ ഞാൻ കളിക്കണല്ലോ, അപ്പൊ ഞാൻ കൊണ്ടോണല്ലേ നല്ലത്. എടാ ഈ ബാറ്റ് നിന്റെ അല്ലേ? എന്നാ ഇങ്ങോട്ട് കൊണ്ടുപോകണോ? അത് ശരിയാണല്ലോ. കൊണ്ടുപോകണോ? എടാ കൊച്ചോദൂരി, നീ വരൂട്ടാ. ഇല്ല ഏട്ടാ, ഇനി നമ്മൾ തമ്മിൽ കാണുകയൊന്നും ഉണ്ടാവില്ല. നീ ലോക്കൽ അടിച്ചോളന്നാട്ടാ. താൻ എന്തിനാണ് ബാറ്റിന്റെ പറയുമ്പോ അവൻ മറന്നിരിക്കരുന്ന്. എടാ നമുക്ക് മറ്റേ മുട്ടിവാറ്റ് എടുക്കണം. എടാ മുട്ടിവാറ്റ് ബാറ്റിംഗ് ബോളൊന്നുമില്ലാട്ടാ. എടാ അത് എടാ മുട്ടിവാറ്റ് എടുത്തേ. ബാറ്റ് എവിടെ? ബാറ്റ് എന്തേ? ബാറ്റ് എവിടെ? ബാറ്റ് ഇല്ലേ?
ചേട്ടൻ 2 തണ്ണിമത്തൻ 2 പപ്സ്. ഇതെപ്പോ റെഡിയാവും? ഇപ്പൊ റെഡിയാവും. ഈ കടയിൽ ഫാനില്ലല്ലോ. ഇവിടെ നല്ല കാറ്റാണ്ടാ. ഓഹോ, എനിക്ക് മധുരം കൂടുതലാണോ? മധുരം ഇട്ടോ. അടിപൊളിയല്ലേ? ഈ കട എങ്ങനെ കണ്ടുപിടിച്ചേ? അവിടുന്ന് കാണാലോ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 meter per second square. അയ്യേ, നമുക്കറിയാത്തൊന്നുമല്ലോ. ഇതൊന്ന് പറഞ്ഞാറാ. ഞാൻ ഈ ക്ലാസ്സിലായിരുന്നല്ലോ, എനിക്ക് വലിയ സംശയം. ഗോ മാൻ. ബുക്കൊക്കെ എടുത്ത് അകത്ത് വെക്ക്. ഒരു സർപ്രൈസ് ടെസ്റ്റ് നടത്താൻ പോവാ. ആർക്കൊക്കെ ബുദ്ധി ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ. പേപ്പറില്ല. ബുക്കിൽ നിന്ന് കയറി എഴുതടാ. എന്തൊക്കെ ന്യായങ്ങളാ? ഫസ്റ്റ് നേരത്തെ എന്നിട്ട് ജയിക്കല്ല, പിന്നീട് സർപ്രൈസ് ടെസ്റ്റ്. വല്ല അറിയോ? കോപ്പറിയാ. മിസ് 5 മിനിറ്റും കൂടെ ഉണ്ട്. ഞാനിരുന്ന് കെമിസ്ട്രി പഠിച്ചോട്ടെ? താങ്ക് യു മിസ്. എല്ലാരും എഴുത്ത് നിർത്തിക്കേ. മതി മതി, പേരെ താഴെ വെക്ക്. തോക്ക് താഴെ വയ്ക്കാൻ പറയുന്ന പോലെയാണല്ലോ. കൈ പൊന്തിക്കണം. ജയ്സ പേപ്പർ കളക്ട് ചെയ്യും. ഫൈനോ? ജില്ല ഗേൾസിന്റെ കളക്ട് ചെയ്യും. എന്താണ് മിസ് 7 പേപ്പർ. എല്ലാരും പേപ്പർ ഒന്ന് വാങ്ങിച്ചോ. ജോർജ് 12, ജെയ്സൺ 3, ജേസിനെ ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചേ. താൻ ക്ലാസ്സിലൊക്കെ സ്മാർട്ടാണല്ലോ. മാർക്ക് എന്താ ഇത്ര കുറവ്? തനിക്കൊരു ചേട്ടനില്ലായിരുന്നോ നല്ലോണം ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്നേ? ജോയ്സൺ. അവനിപ്പോ എന്ത് ചെയ്യാ? പഠിപ്പൊക്കെ കഴിഞ്ഞു, പണിയൊന്നുമില്ല. ജിൽന 19. അവന് 3 30 പറഞ്ഞേ. 3 മിസ്സിന് തെറ്റിതായിരിക്കും. അവനായതുകൊണ്ട് 20 30 പഠിക്കാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും പേപ്പർ ഒക്കെ കിട്ടിയില്ലേ? ഇനി നിങ്ങൾ ഇരിക്കുന്ന ഓർഡർ ഒന്ന് അറേഞ്ച് ചെയ്യാം. എന്തായിരുന്നു അല്ലേ? എന്തൊക്കെയായിരുന്നു അവന്റെ അഹങ്കാരം. അതന്നെ അവന്റെ ഫിനിഷ്. ഇനി നമുക്ക് ലീഡറിനെ സെലക്ട് ചെയ്യാം. ഗേൾസിന്റെ സൈഡിൽ നിന്ന് ആരാ ലീഡർ ആവാ? ഐശ്വര്യ ലീഡർ ആവോ? ബെസ്റ്റ്. ആരോട് ചോദിച്ചിട്ട്? എനിക്ക് സമ്മതമല്ല. ഇവരൊക്കെ പാരമ്പര്യമായിട്ട് ലീഡറാണ്, ടീംസാണ്. അതിനെ ഞാനും പറഞ്ഞു. 10 9 അവൾ തന്നെയായിരുന്നു ലീഡർ. ഇനി ഞങ്ങളൊക്കെ ഒന്നാവട്ടെ. പിന്നെ നമ്മൾ ലീഡറൊക്കെ ഒന്ന് വെച്ചേക്കാല. ഒന്നും മിണ്ടാണ്ടിരിക്കോ? നീയാണ് മിണ്ടാണ്ടിരിക്കേണ്ടത്. അല്ലെങ്കിൽ പേപ്പർ ചുറ്റി വായിൽ വെച്ചെറിഞ്ഞ്. ആമ്പലയുടെ സൈഡിൽ നിന്ന് ആരുമില്ലേ ലീഡർ ആവാൻ? നിന്റെ പേരൊന്നും ശരിയാവില്ല. ടീച്ചറെ ഡെന്നിസ്. അതിലും പേര് നീ ആവുന്ന. അതല്ല ആദ്യം പറഞ്ഞേ. ശരത്ത് ലീഡർ ആവട്ടെ. ഓക്കെ അല്ലേ? ഏതാണ് നിന്നെ പോലെ ഒരുത്തൻ. എന്താടാ? എന്ത് പണിയാണ്? നിനക്ക് എല്ലാം കുറച്ച് ഓവറാണല്ലോ. വഞ്ഞ് ആരും അടുത്ത് വരരുത്, അടുത്ത് വരരുത്.
രവി പിടികൊടുക്കണോ? നിങ്ങ അറിഞ്ഞ പുള്ളിക്കാരൻ വ്യാജനാണെന്ന്. അയ്യോ ടീച്ചറെ, ടീച്ചർ. ഇല്ല ഇല്ല സുഹേൽ സാറേ, എടാ സുഹേലെ, കഴിഞ്ഞ തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ട് എന്റെ പിന്നാലെ വരുന്നത്. എവിടെയെങ്കിലും ചെന്നത് 10 മണിക്കുമ്പോഴേക്കും അപ്പ കയറി വന്നോളും. എന്താ എനിക്കിതൊന്നും കണ്ടുക്കാൻ പറ്റുള്ള, ഞാൻ പോണേണ്. ഇതാരാ ന്യൂ അഡ്മിഷനാ? ഇതെന്താ ഇന്ന് വിലങ്ങൊന്നുമില്ലേ? വണ്ടി എടുത്തോ. ഒരു മിനിറ്റ്. നല്ല സ്ഥലമായിരുന്നു. സാറിന്റെ സെയിം വേവ് ലെങ്ത് അല്ലേ പോണേ? ശവത്തി കുത്തലിടോ. ഹലോ. സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായി ദൗർഭാഗ്യകരമായ ഒരു സംഭവം നടന്നതിന്റെ പേരിൽ ഇന്ന് നടത്തേണ്ടിയിരുന്ന ആനിവേഴ്സറി അനിശ്ചിതകാലത്തേക്കായി മാറ്റിവെച്ചിരിക്കുന്നു. താങ്ക് യു. ഇത് വായിക്കി, നീ ഇത് വായിക്കി. വ്യാജ അധ്യാപകൻ പിടിയിൽ. സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ ടിയാൻ ജോലി ചെയ്തു വരികയായിരുന്നു. അപ്പോഴാണ് നാടകീയമായ രംഗങ്ങൾ തിങ്കളാഴ്ച അരങ്ങേറിയത്. നോക്ക്, സുഹേൽ MLA നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പുള്ളിനെ പിടികൂടി അതിസാഹസ്യമായി. വായിക്കടാ. ഒന്ന് നിർത്തുവോ, ഞങ്ങൾ വായിക്കൂലത്. നിർത്തില്ലടാ. നീ എഞ്ചി നീയൊക്കെ പുള്ളിനെ തലയിൽ വെച്ചോണ്ട് നടക്കണല്ലായിരുന്നാ? ഞാൻ ഷോ ഇടും. നിന്നെ സമ്മതിച്ചു ജയ്സ. ആ സമ്മതിക്ക് നീ. നിന്റെ കാലൊന്ന് ഞാൻ തൊട്ടോട്ടെ. ഇത് പിടിച്ചോ, അല്ലെങ്കിൽ ഇത് പിടിച്ചോ. ഞാനതൊരു അലങ്കാരികമായിട്ട് പറഞ്ഞാണ്. എടാ എന്നാലും നിനക്ക് എങ്ങനെ മനസ്സിലായടാ? അതൊക്കെ മനസ്സിലാവൂലോ. അതൊരു ഫ്രോണിനല്ലടാ, മറ്റൊരു ഫ്രോണ് മനസ്സിലാവുള്ളൂ. ആടാ പറഞ്ഞു തീർക്കടാ. ഫഹദ് ഫാസിലിന് മുടി ഉണ്ടായിരുന്ന കാലത്തെ കോമഡി. എടാ ഒരു പുള്ളി ഉടായിപ്പണി നമ്മൾ സ്പോട്ടിൽ പിടിക്കും. നീയൊക്കെ പുള്ളിനെ തലയിൽ കയറ്റിക്കൊണ്ട് നടക്കണല്ലായിരുന്നു. ഞാൻ മാത്രം ഒറ്റ. ചില സമയത്ത് ഞാൻ വിചാരിച്ച എനിക്കുമല്ലോ കുഴപ്പമുണ്ടോന്ന്. ഇപ്പൊ എങ്ങനെയുണ്ടാ? എങ്ങനെയുണ്ട്? സംഭവം നമ്മുടെ അശ്വതി ടീച്ചറിനായിട്ടുള്ള കല്യാണാലോചന ഇല്ലേ, അതാണ് പണി വാളിച്ച്. മിസ്സിന്റെ അപ്പം പോലീസിലാണല്ല. പുള്ളി തറവായിട്ട് ഒരു അന്വേഷണം നടത്തി. ഒന്നുണ്ടല്ലോ. നിനക്കെന്ത് പറ്റിയടാ ജയ്സ? സിജേട്ടനാടാ. സ്പീക്കറിലിട്. ഹലോ. ആ മോനെ ജയ്സാപ്പി, നിന്റെ ഒന്നാം ദുഃഖം തീർന്നല്ലേ? ആ ചേട്ടൻ വായിച്ചല്ലേ, അടിപൊളിയായിരുന്നു. ഞാൻ വായിച്ചറിഞ്ഞടാ, സന്തോഷായി, പൊളിച്ച്. ആ ചേട്ടൻ വേണ്ടിയായിരുന്നു. പുള്ളി മതിലി അടിപൊളി. സുഹേലമ്മലി പുള്ളിയുടെ ബാക്കിക്കോടെ അടിപൊളിയായിരുന്നു. ചേട്ടൻ എന്തിനു വന്നെ? ഞാൻ വന്നണ്ടാ. ഞാൻ ഇനി നിന്റെ മൂന്നാം ദുഃഖം തീർക്കാൻ വേണ്ടി വന്നണ്ട്. ചേട്ടോ, ആ മൂന്നാമത്തെ തീർക്കാൻ ചേട്ടൻ ഇങ്ങോട്ട് വരണ്ടാ, ഞങ്ങള് തീർത്തോളാം. ആ ഡെന്നിസ് ചേട്ടാ, ഞാൻ പിന്നെ വിളിക്കാൻ ഷോ ഇട്ടോണ്ടിരിക്ക. എടാ രവി പപ്പനാവിനെ സീരിയലിന്റെ പരിപാടി ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. എന്നിട്ട് ദീപ പേപ്പറില്ലല്ല. ഇല്ലേ, കാണിച്ചു തരാം. നോക്ക്, കലാരംഗത്തും തട്ടിപ്പുകൾ. പുള്ളിയുടെ റോയൽ എൻഫീൽഡ് പൊക്കിയുടെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. അതപ്പോ പുള്ളിയുടെ അല്ലേ? അല്ലായിരുന്നു. എങ്ങനെയുണ്ട്? എനിക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ വയ്യ. ഇത് സുഖം സുഖം തരും നേരം. ഓ നമുക്കേ വികാസി പോയല്ലോ ക്രാഷ് കോഴ്സിന്. ഏത് ബേസിലാണ്? ചോറും തൊട്ടിൽ ഉണ്ണേശ് കിടന്നൊക്കെ മറന്നാ നീ? അടികൊണ്ട് കിടന്നത് മൂന്നാം ദുഃഖം കൂടെ തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. എന്തൊക്കെയായിരുന്നു? കൊച്ചി, സന്യാസി, ബുള്ളറ്റ്, അങ്ങനെ രവി പത്മനാഭയുഗത്തിന് ഒരന്ത്യം. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റണില്ല. ആടാ വിശ്വസിക്കണ്ട. നീ വിശ്വസിക്കണ്ട.